ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ അൻഡമാനിൽ എത്തിയതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ രണ്ടാമത്തെ വ്ളോഗാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി, നമുക്ക് റൂമെല്ലാം കാണിച്ചു തന്നു. ഇവിടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത്, തങ്ങേണ്ടത്, നമ്മുടെ മെസ്സ്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നുള്ളൂ. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു പോലീസ് അക്കാദമിയിലാണ്. അൻഡമാൻ നിക്കോബറിലെ ഒരു പോലീസ് ട്രെയിനിങ് അക്കാദമിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് പുറത്ത് പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം. കറങ്ങിയെന്ന് വെച്ചാൽ വലിയ ദൂരം എന്നല്ല, അടുത്ത് പോയിട്ട് സ്ട്രീറ്റ് ഫുഡ് എങ്ങനെയൊക്കെയാണെന്നും ഇവിടുത്തെ സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നും പിന്നെ ഇവിടുത്തെ ലാംഗ്വേജസ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് അതായത് ഒന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ റിലേഷനായാലും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയാലും ഇങ്ങോട്ട് വരാനിരിക്കുന്ന അവർക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ. ഈ വീഡിയോ അത് നല്ലൊരു ഉപകാരമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടുത്തെ ലാംഗ്വേജ് എന്നൊക്കെ പറയണത് ഈ ഇന്ത്യയിൽ മാക്സിമം, അതായത് സൗത്ത് ആയിക്കോട്ടെ, നോർത്ത് ആയിക്കോട്ടെ, നോർത്ത് ഈസ്റ്റ് ആയിക്കോട്ടെ, എല്ലാം മിക്സ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടെ. ഞാൻ ഇവിടെ വന്നതിന് ശേഷം, അതായത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയതിന് ശേഷം ഞാൻ ഫസ്റ്റ് കണ്ടുമുട്ടിയ ഒരു മലയാളീനെയാണ് കേട്ടോ. അതുപോലെ ഒരു മലപ്പുറംകാരനായിരുന്നു. അപ്പോൾ ആളായിരുന്നു സംസാരിച്ചു. അപ്പോൾ ആൾ 1942 വന്ന് ഇവിടെ കുടിയേറിയവരാണെന്നും പിന്നെ അവരെ തലമുറകളായിട്ട് പിന്നെ ഇവിടെ നിന്നാണെന്നും, അതുപോലെ ഒരു അൻഡമാൻ നിക്കോബറിൽ ലോക്കൽ പോലീസായിരുന്നു ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അദ്ദേഹം അതുപോലെ പറഞ്ഞ 1955 ഇവിടെ വന്നാണ്, അവരുടെ പൂർവികർ ഇവിടെ വന്നാണെന്നും അങ്ങനെ ഇവിടെ കുടിയേറി താമസിച്ചാണെന്നൊക്കെ അവർ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് തമിഴ് യൂസ് ചെയ്യാം, ആന്ധ്ര, തെലുങ്ക് യൂസ് ചെയ്യാം, അതുപോലെ മലയാളം, ഹിന്ദി, നോർമലി അതായത് വേൾഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല നമുക്ക് ഇവിടെ അതായത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഞാൻ ചൂണ്ടി കാണിച്ചില്ലേ, അതൊരു മലയാളി ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി നമ്മൾ ചില്ലി ചിക്കനും അതായത് പൊറോട്ടയൊക്കെ മേടിച്ചായിരുന്നു. എല്ലാം മേടിച്ച് ഞങ്ങളത് റൂമിലേക്ക് എത്തിയിട്ടോ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് മേടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ബൈ ബൈ.